പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദി മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ഏപ്രിൽ 5 ഞായറാഴ്ച. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 6 വാക്യം. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമേൻ. ഈ ഈസ്റ്റർ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന ഏറ്റവും മഹത്തായ സത്യമാണ് അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നത്. ഈ ഒരു വാക്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയമിടിപ്പാണ്. കാരണം ഇതിൽ മരണം തോറ്റതും ജീവിതം ജയിച്ചതും ഇരുട്ട് കീഴടങ്ങി വെളിച്ചം ഉയർന്നതുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇന്ന് നാം ഒരു ശൂന്യ കല്ലറയെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. പക്ഷെ ആ ശൂന്യ കല്ലറ നമ്മുടെ എല്ലാം ഹൃദയങ്ങൾ നിറയ്ക്കുന്ന ദൈവിക സന്ദേശമാണ് നൽകുന്നത്. യേശുവിൻ്റെ ഉയർപ്പ് ലോകത്തിൻ്റെ ധാരണകളെ മാറ്റിമറിച്ചു. കാരണം മരണം അവസാനമല്ലെന്നും ദൈവമാണ് അവസാന വാക്കെന്നും ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ ജീവന്റെ പ്രത്യാശയാണ്. അത് നമ്മുടെ ഓരോ ദിവസത്തെയും അനുഭവമായി മാറേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പലതരത്തിലുള്ളതായ കല്ലറകളിൽ ജീവിക്കുന്നവരാ. നിരാശയുടെ കല്ലറ, പാപത്തിൻ്റെ കല്ലറ, ബന്ധങ്ങൾ തകർന്ന അവസ്ഥകളിൽ, പരാജയത്തിൻ്റെ ഇരുട്ടിൽ. എന്നാൽ ഈസ്റ്റർ നമ്മോട് ഉറക്കെ പറയുന്നു, ഇങ്ങനെയുള്ളതായ കല്ലറകളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇരുട്ട് വെളിച്ചമാകേണ്ടതുണ്ട്, തോൽവി വിജയം ആകേണ്ടതുണ്ട്. സഭാപിതാക്കന്മാർ ഇതേ സത്യത്തെ ശക്തമായി സാക്ഷ്യം നൽകിയവരാണ്. ജോൺ ക്രിസോസ്റ്റം പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ മരണം ഇനി ഭയമല്ല, മറിച്ച് അതൊരു വാതിലായി മാറി. സെന്റ് എഫ്രേം കവിതാപരമായി പറയുന്നു, കല്ലറ ഉയർപ്പിലൂടെ ഒരു തോട്ടമായി മാറി, അവിടെ മരണം പോലും ഒരു പൂവായി വിരിഞ്ഞു. ഈ വചനങ്ങൾ നമ്മെ ഒരു വലിയ സത്യത്തിലേക്കാണ് നയിക്കുന്നത്. ഈസ്റ്റർ മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. അതൊരു ജീവിത ശൈലിയായി മാറേണ്ടതാണ്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രകടമാകണം എന്നത് ചിന്തിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമില്ല എങ്കിൽ ഈസ്റ്റർ സമാധാനത്തിൻ്റെ ദർശനം നമുക്ക് നൽകുന്നു. സമാധാനമുണ്ടാക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ഹൃദയം തളർന്നിരിക്കുകയാണ് എങ്കിൽ പ്രത്യാശയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. പാപത്തിൻ്റെ ബന്ധനങ്ങളിലാണ് എങ്കിൽ ഈസ്റ്റർ പുതിയ ജീവിതത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. കല്ലറ ശൂന്യമാകുമ്പോൾ പ്രത്യാശ നിറയുന്നുവല്ലോ. ക്രൂശ് വേദനയുടെ അടയാളമല്ല, അത് വിജയത്തിൻ്റെ വാതിലാണല്ലോ. ഉയർപ്പ് ഒരു വാർത്ത മാത്രമല്ല, അതൊരനുഭവമായി മാറേണ്ടതുണ്ട്. മരണം പറഞ്ഞത് അവസാനം എന്നായിരുന്നുവെങ്കിൽ ദൈവം പറയുന്നു ആരംഭം എന്നതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈസ്റ്റർ നാം ആഘോഷിക്കുമ്പോൾ ഇത് വെറുമൊരു ആഘോഷത്തിലേക്കല്ല, ഒരു ആന്തരിക മാറ്റത്തിലേക്കാണ് വിളിക്കുന്നത്. കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ഇത് നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ജീവിതങ്ങളിലും ഉയർക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ജീവിക്കുന്നു. അതുകൊണ്ട് നമുക്കും ജീവിക്കാം. പ്രത്യാശയോടെ ജീവിക്കാം, വിശ്വാസത്തോടെ ജീവിക്കാം, സ്നേഹത്തോടെ ജീവിക്കാം. ഉത്ഥാനം ചെയ്തവനായ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെതായ എല്ലാ മംഗളാശംസകളും നേരുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഈസ്റ്റർ ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ നീക്കി പ്രത്യാശയുടെ വെളിച്ചം നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും സ്നേഹവും ഉണ്ടാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസം പുതുക്കപ്പെടണമേ.
ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.